നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. RSS രാജ്യത്തെ വലിയ സംഘടനയെന്ന് സ്പീക്കർ സ്ഥാനത്തിരുന്ന ഷംസീർ പറയരുതായിരുന്നു. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാനുണ്ടെന്നും ചിറ്റയം ഗോപകുമാർ. 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 68കാരന് 14 വർഷം കഠിന തടവ്. പോക്സോ കേസിൽ വടക്കാഞ്ചേരി കോടതി ശിക്ഷിച്ചത് ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശി അബൂബക്കറെ. പ്രതി 70,000 രൂപ പിഴയടയ്ക്കണമെന്നും ഉത്തരവ്. മലമ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കേരള പിറവിക്കു ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM ഹമീദ്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിനു മുൻപ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ STU ധർണ. ഓണക്കാലമായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ പാലക്കാട് ഡിപ്പോ KST എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. നാട് ഓണാഘോഷ നിറവിലേക്ക്. ഓണവിപണിയിൽ തിരക്കേറുന്നു. കർഷക ചന്തകളും കുടുംബശ്രീ വിപണന മേളയും സജീവം. മങ്കര മാങ്കുരിശ്ശിയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് ആരോപിച്ച് മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. സ്പീക്കർ എൻ ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. RSS രാജ്യത്തെ വലിയ സംഘടനയെന്ന് സ്പീക്കർ സ്ഥാനത്തിരുന്ന ഷംസീർ പറയരുതായിരുന്നു. CPM-ഉം CPI-യും യോജിച്ചു നിൽക്കുന്നത് തന്നെ RSS വിരുദ്ധതയുടെ പേരിലാണെന്നും ചിറ്റയം ഗോപകുമാർ പാലക്കാട് പറഞ്ഞു. RSS രാജ്യത്തെ വലിയ സംഘടനയെന്ന പ്രസ്താവന തന്നെ തെറ്റാണ്. സ്പീക്കറുടെ പ്രസ്താവന ഇടതുമുന്നണി നയത്തിന് എതിരാണെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. CPM തന്നെ ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ADGP എന്തിന് RSS നേതാക്കളെ കണ്ടുവെന്നും കൂടെ ആരെല്ലാം ഉണ്ടായിരുന്നുവെന്നും ഔദ്യോഗിക വാഹനം ഒഴിവാക്കി RSS നേതാക്കളെ കാണാൻ എന്തിനു പോയി എന്നതിനും ഇത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തത കിട്ടണമെന്നും ചിറ്റയം ഗോപകുമാർ പാലക്കാട്ട് പറഞ്ഞു. CPM-ഉം യോജിച്ചു നിൽക്കുന്നത് തന്നെ BJP RSS രാഷ്ട്രീയത്തിനെതിരായിട്ടാണ്. അപ്പം RSS ഒരു വലിയ സംഘടനയാണ്, അതുകൊണ്ട് പോയി കാണാൻ കൊള്ളാം എന്ന് ഒരിക്കലും സ്പീക്കർ പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ഒരു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഭരിക്കുന്ന സംസ്ഥാനത്ത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പോകേണ്ടുന്ന കാര്യമുണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ് പോയത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇത് ജനങ്ങൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്, അവകാശമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 68കാരന് 14 വർഷം കഠിന തടവ്. ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശി അബൂബക്കറിനെയാണ് പോക്സോ കേസിൽ വടക്കാഞ്ചേരി കോടതി ശിക്ഷിച്ചത്. പ്രതി 70,000 രൂപ പിഴയടയ്ക്കണമെന്നും കോടതി പറഞ്ഞു. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി R മിനിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും വകുപ്പുകൾ പ്രകാരം പ്രതിയായ ചെറുതുരുത്തി കുളമ്പുമുക്ക് പ്ലാക്കൂട്ടത്തിൽ വീട്ടിൽ 68 വയസ്സുള്ള അബൂബക്കർ 14 വർഷം കഠിന തടവ് അനുഭവിക്കണമെന്നും 70,000 രൂപ പിഴയടയ്ക്കണമെന്നുമാണ് വിധി. പിഴത്തുക അടയ്ക്കാത്ത പക്ഷം 8 മാസം അധിക തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. അതിജീവിതയ്ക്ക് പുനരധിവാസത്തിനുള്ള നഷ്ടപരിഹാരത്തിനും വിധിന്യായത്തിൽ ശുപാർശയുണ്ട്. 16 സാക്ഷികളെയാണ് പോക്സോ കേസിൽ പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. തെളിവായി 19 രേഖകൾ ഹാജരാക്കിയിരുന്നു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ശ്രീദേവി രേഖപ്പെടുത്തിയ അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ രജിസ്റ്റർ ചെയ്ത കേസിൽ കുന്നംകുളം ACP-യാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ES സീനത്ത് ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള പിറവിക്കു ശേഷം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM ഹമീദ്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്നുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ STU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM ഹമീദ്. നാണം കെട്ടവരെ പേറേണ്ട ഇടത് ട്രേഡ് യൂണിയനുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും MM ഹമീദ് ആക്ഷേപിച്ചു. LDF സർക്കാരിന് തുടർഭരണം കിട്ടിയിട്ടും ഇടത് ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം പോലും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് പറയുന്നത് CITU ആണ്. CITUവിൻ്റെ എതിർപ്പ് പോലും അവഗണിച്ചാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കോടികളുടെ അഴിമതി നടക്കുന്നത്. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ വിഹിതം പോലും സർക്കാർ വകമാറ്റുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയാണ് ഇടതു സർക്കാരും പിന്തുടരുന്നതെന്നും MM ഹമീദ് പറഞ്ഞു. ഞങ്ങളുടെ സമ്പാദ്യം
ഭാഗത്തു നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്ഷേമനിധിയെ നിലനിർത്താൻ ഞങ്ങൾക്ക് ജീവത്യാഗം സഹിക്കേണ്ടി വരാൻ തയ്യാറാണ് എങ്കിൽ അതിന് പോലും ഞങ്ങൾ തയ്യാറാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമരരംഗത്തേക്ക് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇറങ്ങേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഓണം അടുത്തു വരികയാണ്. തൊഴിലാളികളൊക്കെ അല്പസ്വല്പം ഓണത്തിന് മുമ്പേ കിട്ടുന്ന ചെറിയ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സമരവുമായി നമ്മൾ ഈ രംഗത്ത് വന്നിട്ടുള്ളത്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, ബോണസ് വർദ്ധിപ്പിക്കുക, പൊതുമേഖലയിൽ ശമ്പളവും ആനുകൂല്യവും ഉറപ്പാക്കുക, തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു STU ധർണ. ജില്ലാ പ്രസിഡന്റ് PP മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. KT ഹംസ, ഷംസുദ്ദീൻ തൃത്താല, ഹംസ കരിമ്പ, റഫീഖ്, ഉമ്മർ, മുസ്തഫ, ഖാദർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണമെടുത്തിട്ടും അവശ്യ സാധനങ്ങളില്ല. മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. മങ്കര ഗ്രാമപഞ്ചായത്തിലെ മാങ്കോശിയിൽ പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങളുടെ കുറവ് നികത്തണമെന്നും സബ്സിഡി സാധനങ്ങൾ മറിച്ചു വിൽക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. പ്രതിഷേധ ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് ഈ പൊതുവിതരണ ശൃംഖലയിൽ പാവപ്പെട്ടവൻ്റെ ആശ്രയമായ ഇതുപോലുള്ള മാവേലി സ്റ്റോറുകൾ, ഈ മാവേലി സ്റ്റോറുകൾ നിലകൊള്ളുന്നത് തന്നെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് വേണ്ടിയുമാണ്. അവർ നാടുമായി ക്യൂ നിന്ന് വെയിൽ കൊണ്ട് തങ്ങളുടെ സമയം മുഴുവനും ഈ മാവേലി സ്റ്റോറിൻ്റെ മുന്നിൽ ചിലവഴിച്ച് ആ കൗണ്ടറിൽ എത്തുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന വസ്തുക്കളൊന്നും തന്നെ ഈ മാവേലി സ്റ്റോറിലില്ല. നിത്യോപയോഗ സാധനങ്ങൾ മാവേലി സ്റ്റോറിൽ സബ്സിഡിയിലൂടെ വിതരണം ചെയ്യണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് N. അച്യുതൻകുട്ടി അധ്യക്ഷനായി. P. ഷാഹുൽ ഹമീദ്, KC സന്തോഷ്, സുബൈർ കല്ലൂർ, സുമംഗല, KV രവീന്ദ്രൻ, രായൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ MV രമേശ്, KB വിനോദ് കുമാർ, N. അനുശ്രീ, KL ചന്ദ്രിക, BP പാഞ്ചാലി തുടങ്ങിയവർ സംസാരിച്ചു. ഇത് സംബന്ധിച്ച് മങ്കര പഞ്ചായത്തിൽ പരാതിയും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണക്കാലമായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ പാലക്കാട് KST എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. പാലക്കാട് ഡിപ്പോയിൽ നടത്തിയ പ്രതിഷേധ യോഗം എംപ്ലോയീസ് സംഘ് ജില്ലാ സെക്രട്ടറി TV രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലമായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന ഇടതു സർക്കാർ നയം അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത TV രമേഷ് കുമാർ കുറ്റപ്പെടുത്തി. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം സാക്ഷാൽ മുഖ്യമന്ത്രി പോലും തന്ന വാക്കുകൾ ജനിക്കുമ്പോൾ അതിനേക്കാൾ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളും മറ്റും തരികയുണ്ടായി. മുഖ്യമന്ത്രി 5-ാം തീയതി ശമ്പളം തരാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, ഞാൻ 1-ാം തീയതി ശമ്പളം തരും എന്നുള്ള രീതിയിൽ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുകയുണ്ടായി. അദ്ദേഹം പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ എല്ലാവരും ആ രീതിയിൽ തന്നെയായിരുന്നു. വരുന്ന അധികാരികളും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാവരും നാൾക്കുനാൾ പുതിയ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കും. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതെല്ലാം വലിയ വിജയമായിരുന്നു, വൻ ലാഭകരമാണ് എന്നുള്ള രീതിയിൽ പത്രവാർത്തകൾ വന്ന് ജനങ്ങളെ സ്വാധീനിക്കും. പക്ഷേ ശമ്പളം കൊടുക്കുന്ന ദിവസമോ എന്തെങ്കിലും ന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ ഈ സ്ഥാപനത്തിന് വേണ്ടി ജീവിച്ച് തൊഴിലെടുത്ത് വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി ഈ സ്ഥാപനത്തിന് പടിയിറങ്ങിപ്പോകുന്ന പെൻഷൻകാർക്കോ 10 വയസ്സുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ലാഭമൊന്നും കാണുകയില്ല. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K. സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ M. കണ്ണൻ, PR മഹേഷ്, ജില്ലാ സമിതി അംഗങ്ങളായ KP രാധാകൃഷ്ണൻ, M. മുരുകേശൻ എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് S. സുരേഷ്, K. ഹരിദാസ്, R. ശിവകുമാർ, K. ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മദ്യപിച്ച് വാഹനമോടിക്കുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ പരിശോധന നടത്തി. ജില്ലയിൽ വ്യാപകമായി ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിവരുന്നതിന്റെ ഭാഗമായാണ് നടപടി. യാത്രക്കാരിൽ നിന്നും ഉയർന്നുവന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ബസ്സുകളിൽ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. മദ്യപിച്ച് വാഹനമോടിക്കൽ, സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചുള്ള സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്.
പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ജോഷി തോമസ് പറഞ്ഞു. പട്ടാമ്പിയിൽ നടത്തിയ പരിശോധനയിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചതും പ്രവർത്തനരഹിതമായ സ്പീഡ് ഗവർണർ ഉപയോഗപ്രദമാക്കാതെയും സർവീസ് നടത്തിയ 14 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പരിശോധന സംഘത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അരുൺ പ്രസാദ്, ഹരീഷ് മോൻ തുടങ്ങിയവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മലമ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. പാലക്കാട് സുന്ദരം കോളനിയിൽ പീർ മൊയ്തീന്റെ മകൻ യൂസഫാണ് പിടിയിലായത്. കഴിഞ്ഞ ജൂൺ 9-നാണ് മലമ്പുഴ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാനുള്ള ശ്രമം നടന്നത്. പ്രതിയെ തിരിച്ചറിഞ്ഞ പോലീസ് 3 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് തിരിച്ചറിഞ്ഞതായി മനസ്സിലാക്കിയ പ്രതി ഒളിവിലായിരുന്നു. മലമ്പുഴ CI M സുജിത്തിന്റെ നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് SI രാജേഷ്, മനീഷ്, മലമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീഷ്, പ്രസാദ്, സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിരവധി മോഷണക്കേസുകളിലെ പ്രതിയാണ് യൂസഫ്. പിടികൂടിയ പ്രതിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണക്കാലത്ത് വിലക്കയറ്റം ജനങ്ങളെ പ്രതിസന്ധിയിലാക്കരുതെന്നാണ് സർക്കാർ നയമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് പറളയിൽ ആരംഭിച്ച ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർക്ക് ഉയർന്ന വില നൽകി സാധനങ്ങൾ ഏറ്റെടുത്താണ് കുറഞ്ഞ വിലയ്ക്ക് സാധാരണക്കാർക്ക് ഓണച്ചന്തയിലൂടെ പച്ചക്കറി നൽകുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നതിനൊപ്പം വിപണിയിലെ വിലക്കയറ്റം തടയാൻ വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. 14 തീയതി വരെ ഈ കർഷക വിപണന ചന്ത ആരംഭിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഒരു പുത്തൻ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്ത കൈവരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച്, ഭൂമിയുടെ വിസ്തൃതി അനുസരിച്ച്, കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഏതൊക്കെ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയുമെന്ന ചിന്തയിലാണ് കാർഷിക ക്ഷേമ വികസന വകുപ്പ്. കെ ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി ആദ്യ വിൽപ്പന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷഫ്ദർ ഷെരീഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS അജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ചെമ്പകവല്ലി, KK പ്രീത, പാലക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു, ആത്മ പ്രോജക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നാസർ, കൃഷി ഓഫീസർ R മോഹനരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾ മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷനിലെ താലൂക്ക് ഓഫീസ് ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്നാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. രാവിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണപ്പൂക്കളം തീർത്തു. മുഹമ്മദ് മോഹസിൻ MLA ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണത്തെ വരവേൽക്കാൻ നമ്മൾ മലയാളികൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പട്ടാമ്പി താലൂക്ക് ആസ്ഥാനത്ത് മുഴുവൻ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആർഭാടങ്ങളോട് കൂടിയിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല. പൂക്കളം ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സദ്യയും കുടുംബാംഗങ്ങളും ജീവനക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഒന്ന് കൂടി ഓണം ആഘോഷിക്കുകയാണ്. താലൂക്ക് തഹസീൽദാർ TP കിഷോർ, ഭൂരേഖ തഹസീൽദാർ ഗിരിജാദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വിപുലമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിപാടികൾ ഒഴിവാക്കിയാണ് ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ പഞ്ചായത്തിൽ കുടുംബശ്രീ ഓണം വിപണനമേള ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ PS സുരഭി സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
MM ബിന്ദു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി NR ഗീത, JSSS ബിന്ദു, CDS വൈസ് ചെയർപേഴ്സൺ PK പ്രമീള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കർഷക ചന്തയ്ക്കും കുടുംബശ്രീയുടെ ഓണം വിപണന മേളയ്ക്കും തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് മിതമായ വിലയിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓങ്ങല്ലൂർ സെന്ററിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ചന്ത ആരംഭിച്ചത്. ഇതോടൊപ്പം കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഓണം വിപണന മേളയ്ക്കും തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ ഓണ വിപണമേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കർഷക ചന്തയും ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അതും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായി. പ്രദേശത്തെ കർഷകരിൽ നിന്ന് സ്വരൂപിച്ച പച്ചക്കറികളാണ് ചന്ത വഴി വിപണനം നടത്തുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മെമ്പർമാർ, CDS അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓണത്തോടനുബന്ധിച്ച് കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പച്ചക്കറി ചന്ത ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പച്ചക്കറി ചന്തയാണ് ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. മാർക്കറ്റ് നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ പച്ചക്കറി ഓണം സീസണിൽ ആവശ്യക്കാർക്ക് നൽകുക എന്നുള്ള ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള ദൗത്യമാണ് കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്തത്. മാർക്കറ്റിൽ പലതിലും ഈ ഉത്സവ സീസണുകളിൽ വില ക്രമാതീതമായി വർദ്ധിക്കാറുണ്ട്. അത് പിടിച്ചു നിർത്താൻ ഇത്തരം സർവീസ് സഹകരണ ബാങ്കുകളിലൂടെയുള്ള ഓണച്ചന്തകൾ കൊണ്ടാണ് മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ എല്ലാം ചന്തകൾ ഓണച്ചന്തകളാണ് വിപണിയെ വിലക്കയറ്റത്തിൽ നിന്ന് പിടിച്ചു നിർത്താൻ ഉതകുന്നത്. ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K വിനോദ് മേനോൻ സ്വാഗതവും ഡയറക്ടർ PA പത്മജ നന്ദിയും പറഞ്ഞു. ഡയറക്ടർമാർ, സഹകാരികൾ, ഇടപാടുകാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. പൊതുമാർക്കറ്റിനേക്കാൾ കുറഞ്ഞ വിലയിലാണ് പച്ചക്കറികൾ വിൽപ്പന തുടരുന്നതെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവനയെ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. RSS രാജ്യത്തെ വലിയ സംഘടനയെന്ന് സ്പീക്കർ സ്ഥാനത്തിരുന്ന ഷംസീർ പറയരുതായിരുന്നു. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാനുണ്ടെന്നും ചിറ്റയം ഗോപകുമാർ. 4 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 68-കാരന് 14 വർഷം കഠിന തടവ്. പോക്സോ കേസിൽ വടക്കാഞ്ചേരി കോടതി ശിക്ഷിച്ചത് ചെറുതുരുത്തി കുളമ്പുമുക്ക് സ്വദേശി അബൂബക്കറെ. പ്രതി 70,000 രൂപ പിഴയടയ്ക്കണമെന്നും ഉത്തരവ്. മലമ്പുഴയിൽ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ റെഡ്യൂസർ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കേരള പിറവിക്കു ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് പിണറായി സർക്കാർ എന്ന് STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MM ഹമീദ്. ക്ഷേമനിധി, പെൻഷൻ എന്നിവ ഓണത്തിനു മുൻപ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിന് മുന്നിൽ STU ധർണ. ഓണക്കാലമായിട്ടും KSRTC ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാർ നയത്തിനെതിരെ പാലക്കാട് ഡിപ്പോ KST എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. നാട് ഓണാഘോഷ നിറവിലേക്ക്. ഓണവിപണിയിൽ തിരക്കേറുന്നു. കർഷക ചന്തകളും കുടുംബശ്രീ വിപണന മേളയും സജീവം. മങ്കര മാങ്കുരിശിയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് ആരോപിച്ച് മാവേലി സ്റ്റോറിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.